അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റഹ്നിനെ കുറിച്ച് പണയം വെക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം അവസാനം നമ്മൾ പഠിച്ചു. ഒരാൾ, ഉദാഹരണത്തിന് സെയ്ദ് അംറിനോട് പറഞ്ഞു, റഹൻതു ഇൻദക മാലി, എൻ്റെ സമ്പത്ത് ഞാൻ എൻ്റെ കയ്യിൽ പണയം വെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഖബള് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അംർ ആ വസ്തു സ്വീകരിച്ചിട്ടില്ല. അതിനു മുമ്പ് വേണമെങ്കിൽ സെയ്ദിന് ആ വസ്തുവിൽ ക്രയവിക്രയം നടത്താവുന്നതാണ്. അങ്ങനെ തസറുഫ് നടത്തിയാൽ ആ റഹീനിൽ നിന്നും അതോടുകൂടെ റുജു ആകുന്നതാണ് എന്നുള്ള വിഷയമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖബള് നടന്നതിന് ശേഷം, അതായത് അംർ ആ ഒരു സമ്പത്ത് സ്വീകരിച്ചതിന് ശേഷം സെയ്ദ് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ആ വസ്തുവിൽ മിൽക്ക് നീക്കുന്ന തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ, തസറുഫാത്തുകൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മിൽക്ക് നീക്കുക എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ബൈഅ, ഈ സെയ്ദ് അത് ഖാലിദിനെ വിൽക്കുകയാണെങ്കിൽ പിന്നീട് അതിൻ്റെ മിൽക്ക് സെയ്ദിൽ നിന്നും ഖാലിദിലേക്ക് നീങ്ങിയല്ലോ. അല്ലെങ്കിൽ സെയ്ദ് ആ വസ്തുവിനെ ഖാലിദിന് ഹിബത്തായിട്ട് നൽകുകയാണ്, അപ്പോഴൊക്കെ അതിൻ്റെ മിൽക്ക് നീങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ മിൽക്ക് നീങ്ങുന്ന തരത്തിലുള്ള ഒരു തസറുഫും സെയ്ദിൻ്റെ ഭാഗത്ത് നിന്ന് റാഹിനിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, വലൈസലി റാഹിനിൽ മുഖബിളി, ഖബള് നടത്തിച്ചിട്ടുള്ള, അതായത് അംറിനെ ആ മർഹൂനായിട്ടുള്ള സ്വത്ത് നൽകിയിട്ടുള്ള റാഹിനിന് ജായിസല്ല തസറുഫുൻ യുസീലുൽ മിൽക്ക, മിൽക്കിനെ നീക്കുന്ന തരത്തിലുള്ള ഇടപാട് പാടില്ല. കൽ ബൈഅ, ബൈഅ പോലോത്ത, ഫലാ യസിഹു, അപ്പോൾ അത്തരത്തിലുള്ള തസറുഫുകൾ ശരിയാവുകയുമില്ല എന്നർത്ഥം. എന്നാൽ ലാക്കിൻ ഫി ഇഅ്താഖിഹി അഖ്വാലുൻ, എന്നാൽ ആ റാഹിന് ആ മർഹൂനിനെ ഇഅ്തിഖ് ചൊല്ലിയാൽ അത് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ വ്യത്യസ്ത ഖൗലുകളുണ്ട്. എന്ന് പറഞ്ഞാൽ സെയ്ദ് തൻ്റെ അടിമയെയാണ് അംറിൻ്റെ കയ്യിൽ പണയമായിട്ട് നൽകിയിട്ടുള്ളത്. അങ്ങനെ അംർ അത് ഖബള് നടത്തിയതിന് ശേഷം ഈ സെയ്ദ് ആ അടിമയെ സ്വതന്ത്രനാക്കുകയാണ് എങ്കിൽ അത് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനെ ഇഅ്താഖിൻ്റെ വിഷയത്തിൽ വരാനുള്ള കാരണം എന്താ, ശാരിഅന് ഒരു അടിമ സ്വതന്ത്രനാവുക എന്നുള്ളത് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണ്. ഓക്കെ, അൽഹറുഹ യുംഫുദു ബിൽ മുഅ്ജമതി മിനൽ മൂസിരി, മൂസിറായിട്ടുള്ള പണക്കാരനായിട്ടുള്ള റാഹിനാണ് എങ്കിൽ അവനിൽ നിന്നും ആ ഇഅ്താഖ് ശരിയാകുന്നതാണ്. അപ്പോൾ വയഗ്റമ ഖീമത്തുഹു യൗമ ഇഅ്തിഖിഹി, ഇഅ്തിഖിൻ്റെ ദിവസം ആ അടിമയ്ക്ക് എത്രയാണോ ഖീമത്ത് ഉണ്ടാകുന്നത് അത് ഈ മൂസിറായിട്ടുള്ള റാഹിന് കടക്കാരനാകുന്നതാണ് എന്ന് പറഞ്ഞാൽ വതകൂനു റഹ്നൻ മകാനഹു മിൻ ഗൈരി അഖദിൻ, പിന്നീടൊരു റഹ്നിൻ്റെ അഖദൊന്നുമില്ലാതെ തന്നെ ആ അടിമയുടെ സ്ഥാനത്ത് ഈ ഖീമത്ത് പണയമായിട്ട് മാറുന്നതാണ്. എന്ന് പറഞ്ഞാൽ സെയ്ദ് തൻ്റെ അടിമയെ അംറിൻ്റെ കയ്യിൽ പണയം വെച്ചു. ആ അടിമയെ അംർ പിന്നീട് സ്വതന്ത്രനാക്കുകയും ചെയ്താൽ ആ സ്വതന്ത്രനാക്കിയ ദിവസം ആ അടിമയ്ക്ക് എത്ര ഖീമത്തുണ്ടാകുമെന്ന് നോക്കുക. ഉദാഹരണത്തിന് 1,00,000 രൂപയാണെങ്കിൽ ആ 1,00,000 രൂപ എന്ത് ചെയ്യണം, ഈ സെയ്ദ് അംറിൻ്റെ കയ്യിൽ പണയമായിട്ട് സൂക്ഷിക്കണമെന്നർത്ഥം. ഓക്കെ, ഖാലഹുൽ ഇമാം അൽ ഹറമീനി തങ്ങളിത് പറയുന്നുണ്ട്. വലാ യുംഫുദു മിനൽ മുഅ്സിരി, മുഅ്സിറായിട്ടുള്ള റാഹിനാണ് എങ്കിൽ അവനിൽ നിന്നും ഈ ഇഅ്താഖ് നടപ്പിലാവുകയില്ല. ഇനി സെയ്ദിൻ്റെ കയ്യിൽ യാതൊരു സ്വത്തുമില്ല, ആകെ കൂടി ഉണ്ടായിരുന്ന അടിമയെയാണ് പണയം വെച്ചത്. പിന്നീട് ആ അടിമയെ ഇഅ്തിഖ് ചൊല്ലിയാൽ അത് ശരിയാകൂല. കാരണം അതിൻ്റെ ഖീമത്ത് കെട്ടിവെക്കാൻ സെയ്ദിനെ കൊണ്ട്, മുഅ്സിറായ സെയ്ദിനെ കൊണ്ട് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഓക്കെ, ഇനി അൽഹറിൻ്റെ സാനി പറയുന്നത് യംഫുദു മുത്ലഖൻ, മുത്ലഖായിട്ട് ഇത് നടക്കുന്നതാണ്. മൂസിറായാലും വേണ്ടില്ല, മുഅ്സിറായാലും വേണ്ടില്ല. അപ്പോൾ മുഅ്സിറിന് പിന്നെ എവിടെ നിന്നാണ് കാശ് കിട്ടുന്നത്? വയഗ്റമുൽ മുഅ്സിറു ഇദാ ഐസറ, പിന്നീട് ഈ മുഅ്സിറായിട്ടുള്ള ആൾ പണക്കാരനാവുകയാണെങ്കിൽ അപ്പോഴാണ് ഇവൻ ആ ഖീമത്തിന് കടക്കാരനാകുന്നത്. വതകൂനു റഹ്നൻ, അങ്ങനെ പണക്കാരനായതിന് ശേഷം ആ ഖീമത്ത് ഇവൻ എന്തു ചെയ്യണം, അംറിൻ്റെ കയ്യിൽ ചെന്നിട്ട് പണയം വെക്കണം എന്നർത്ഥം. ഓക്കെ, വസാലിസു ലാ യംഫുദു മുത്ലഖൻ, മുത്ലഖായിട്ടും അത് നടക്കൂല. മൂസിറായാലും മുഅ്സിറായാലും ഇഅ്താഖ് സാധിക്കുകയില്ല എന്നാണ് സാലിസായിട്ടുള്ള അഭിപ്രായക്കാർ പറയുന്നത് എന്നർത്ഥം. ഏതായാലും ഇപ്പോഴുള്ള 3 അഭിപ്രായ പ്രകാരം, അൽഹർ പ്രകാരം മുഅ്സിറാണെങ്കിൽ എന്ത് പാടില്ല, ഇഅ്താഖ് നടക്കുകയില്ല. സാലിസ് പ്രകാരം ആരുടേതാണെങ്കിലും നടക്കുകയില്ല, അല്ലേ? വ ഇല്ലം നുനഫിദ്ഹു, ഇനി നമ്മളത് നടപ്പിലാക്കുന്നില്ല എങ്കിൽ, അതായത് അൽഹർ പ്രകാരം മുഅ്സിറിൻ്റെ വിഷയത്തിലും സാലിസ് പ്രകാരം എല്ലാവരുടെ വിഷയത്തിലും നമ്മൾ അതിനെ നടപ്പിലാക്കുന്നില്ല എങ്കിൽ ഫംഫക്കർ റഹ്നു ബി ഇബ്റാഇന ഗൈരിഹി, പിന്നീട് ഇബ്റാ മുഖേനയോ അല്ലെങ്കിൽ ഇബ്റാ അല്ലാതെയോ ആ റഹ്ന് വേർപിരിഞ്ഞുവെന്ന് കരുതുക. അതായത് അംർ സെയ്ദിനോട് പറയാണ്, നീ ഈ പണയസ്വത്ത് കൊണ്ടുപോയിക്കോ, നീ എനിക്ക് തരാനുള്ള കടം നൽകണ്ട എന്ന് പറഞ്ഞ് ഇബ്റാ നടത്തി. അല്ലെങ്കിൽ സെയ്ദ് എന്ത് ചെയ്തു, ആ അംറിന് കൊടുക്കാനുണ്ടായിരുന്ന കാശ് തിരിച്ചു നൽകി. അപ്പോൾ ആ പണയസ്വത്ത് ഇങ്ങോട്ട് തന്നെ ലഭിച്ചല്ലോ. അപ്പോൾ
ആദ്യമായിട്ട് സെയ്ദ് എന്ത് ചെയ്തിരുന്നു? അവൻ്റെ കയ്യിൽ പണയമായിട്ട് തൻ്റെ അടിമയെ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് ഇൻഫക്കർ റഹ്നു എന്ന് പറഞ്ഞാൽ അബ്ദിനെ ആർക്ക് തന്നെ കിട്ടി? സെയ്ദിനെ തന്നെ കിട്ടി. എന്നാൽ ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇവൻ നേരത്തെ ചൊല്ലിയിട്ടുള്ള ഇഅ്താഖ് അവിടെ സാധ്യമാകുമോ? അതായത് ഇവൻക്ക് തിരിച്ചു കിട്ടലോടുകൂടെ അവൻ നേരത്തെ പറഞ്ഞ അഅ്തഖ്തു അബ്ദി എന്നുള്ള ആ ഖൗല് അവിടെ പ്രസക്തിയുണ്ടോ എന്നുള്ള വിഷയമാണ് ഇനി പറയുന്നത്. ഓക്കെ, വഇല്ലം നുനഫിദ്ഹു ഫൻഫക്കർ റഹ്നു ബിഇബ്റാഇൻ ഗൈരിഹി ലം യൻഫുദ് ഫിൽ അസഹി. അസഹയുടെ അഭിപ്രായ പ്രകാരം പിന്നീട് അത് നടപ്പിലാവുകയില്ല. പിന്നീട് അവനെ മോചിപ്പിക്കണമെങ്കിൽ രണ്ടാമതൊരു സീഗ പറയണമെന്നർത്ഥം. എന്നാൽ വസാനി യൻഫുദു ലി സവാലിൽ മാനിഇ. എന്നാൽ സാനിക്കാർ പറയുന്നത് പിന്നീട് സെയ്ദിന് തൻ്റെ അടിമയെ കിട്ടുന്നതോടുകൂടെ ആ ഇഅ്താഖ് നേരത്തെ ചൊല്ലിയിരുന്ന ഇഅ്താഖ് സാധ്യമാകുന്നതാണ്. കാരണം റഹിനായിരുന്നുവെന്നുള്ള ആ ഒരു മാനിഅ നീങ്ങിപ്പോയല്ലോ എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി വലു അല്ലഖഹു ഐ അല്ലഖ ഇഅ്തഖൽ മർഹൂനി ബിസിഫത്തിൻ. ഇനി ഒരു സിഫത്തുമായിട്ട് എന്ത് ചെയ്തു? മർഹൂനിൻ്റെ ഇഅ്തഖിനെ ഒരാൾ ബന്ധിച്ചു. അതായത് സെയ്ദ് തൻ്റെ അടിമയെ അംറിൻ്റെ കയ്യിൽ പണയം വെച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത റമളാൻ വന്നാൽ ഇവന് എന്തായി? സ്വതന്ത്രനായി എന്ന് പറഞ്ഞു. ഫവുജിദത്ത്, അപ്പോൾ ആ സിഫത്ത് എത്തിക്കപ്പെട്ടു. വഹുവ റഹ്നുൻ, അത് മർഹൂനായിരിക്കെ. അതായത് അടുത്ത റമളാനിലാണ് അവൻ എന്താണെന്ന് പറഞ്ഞത്? മുഅ്തഖാണ് അല്ലെങ്കിൽ അതീഖാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഫവുജിദത്ത്, അപ്പോൾ ആ സിഫത്ത് എത്തിക്കപ്പെട്ടു. ആ റമളാൻ എത്തി. വഹുവ റഹ്നുൻ, അവൻ പണയമായിരിക്കെ എന്ന് പറഞ്ഞാൽ റമളാൻ കഴിഞ്ഞു, റമളാൻ എത്തപ്പെട്ടു, അപ്പോഴും സെയ്ദ് എന്ത് ചെയ്തിട്ടില്ല? തൻ്റെ കടം തിരിച്ചു നൽകിയിട്ടില്ല എങ്കിൽ ഫക്കൽ ഇഅ്താഖ്, അപ്പോൾ അതും ഇഅ്താഖിനെ പോലെ തന്നെയാണ്. അപ്പോൾ പ്രബലാഭിപ്രായ പ്രകാരം ഫയുൻഫുദുൽ ഇഅ്തഖു മിനൽ മൂസിരി ഇലാ ആഖിരി മാ തഖദ്ദമ. ഓക്കെ, മൂസിറാണെങ്കിൽ നടക്കും, അല്ലെങ്കിൽ നടക്കൂല എന്നുള്ള അൽഹർ. സാനി എല്ലാവരുടേതും നടക്കും, സാലിസ് ആരുടേതും നടക്കില്ല എന്നുള്ള ഖൗലുകളൊക്കെ ഇവിടെയും വരുമെന്നർത്ഥം. ഇനി ഔജിദത്ത് ബഅദഹു, ഇനി റഹ്നിന് ശേഷമാണ് അതുണ്ടായിട്ടുള്ളത്. റഹ്നിന് ശേഷം എന്ന് പറഞ്ഞാൽ ഐ ബഅദ ഫകാക്കി റഹ്നി, റഹ്നൊക്കെ തിരിച്ചെടുത്തതിന് ശേഷമാണ്. അതായത് റമളാനോട് കൂടെ തന്നെ സെയ്ദ് എന്ത് ചെയ്തു? നൽകാനുള്ള കാശൊക്കെ നൽകി. അപ്പോൾ നഫദൽ ഇഅ്തഖു അല സ്വഹീഹി, സ്വഹീഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം റമളാൻ വരുന്നതോടുകൂടെ ആ ഇഅ്തഖ് അവിടെ സംഭവിക്കുന്നതാണ് എന്നർത്ഥം. എന്നാൽ വസാനി യഖൂലു, സാനിക്കാർ പറയുന്നത് അത്തഅലീഖു ബാത്തിലുൻ കത്തൻജീസ് ഫി ഖൗലിൻ. ഓക്കെ, ഒരു ഖൗലിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഇഅ്തഖ് നടത്തിയാൽ അത് എന്തായാലും ശരിയാവുകയില്ല എന്ന്. ഓക്കെ, അതുപോലെ തന്നെയാണ് തഅലീഖായിട്ട് നടക്കുന്ന ഇഅ്തഖുകളും അതും ശരിയാവുകയില്ല എന്നാണ് ഇവിടുത്തെ സാനിക്കാർ പറയുന്നത്. ഓക്കെ, ഇനി വലാ റഹ്നുഹു ലിഗൈരിഹി ഐ ഗൈരിൽ മർഹൂനി ഇൻദഹു, ആരുടെ കയ്യിലാണോ ആ വസ്തുവിനെ പണയം വെച്ചിട്ടുള്ളത് അതല്ലാത്തവൻ്റെ കയ്യിൽ അത് വീണ്ടും പണയം വെക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സെയ്ദ് തൻ്റെ ഫോൺ അംറിൻ്റെ കയ്യിൽ പണയം വെച്ചു. അങ്ങനെ ഖബളൊക്കെ നടന്നതിന് ശേഷം അംർ എന്ത് ചെയ്യാണ്? ഖാലിദിൻ്റെ കയ്യിൽ നിന്നും അല്പം പണം കടം വാങ്ങിയിട്ട് അതിന് പകരമായിട്ട് ഈ ഫോൺ തന്നെ വെക്കുകയാണ്. അത് പാടില്ല എന്നർത്ഥം. എന്നുള്ളതുപോലെ വല തസ്വീജു, വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനും പാടില്ല. കാരണം ഫഇന്നഹു യൻഖുസുൽ മർഹൂന വയുഖല്ലിലു റഗ്ബത ഫീഹി, കാരണം വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ സെയ്ദ് തൻ്റെ അടിമയാണ് പണയം വെച്ചതിന് ശേഷം അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഇവന് കാശ് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മുർത്തഹിൻ എന്ത് ചെയ്യേണ്ടി വരും? ആ മർഹൂനിനെ വിൽക്കേണ്ടി വരും. അപ്പോൾ വിൽക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഖീമത്ത് കുറയാനുള്ള, അതിൻ്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. ആ വസ്തുവിൽ, അതായത് ആ അടിമയുടെ വിഷയത്തിൽ ആളുകൾക്കുള്ള താല്പര്യം പോകാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി ഖാല ഫി റൗളത്തി, റൗളയിൽ നബവി ഇമാം പറഞ്ഞിട്ടുണ്ട് ഫലു ഖാലഫ ഫസവ്വജൽ അബ്ദ അവിൽ അമത്തൽ മർഹൂനൈനി. ഇനി ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടും അതിനെതിരായിട്ട് ഒരാൾ തൻ്റെ മർഹൂനായിട്ടുള്ള അബ്ദിനെയോ അമത്തിനെയോ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫന്നിക്കാഹു ബാത്തിലുൻ സറഹ ബിഹിൽ ഖാളി അബു ത്വയ്യിബ്, അപ്പോൾ അവിടെ നടന്നിട്ടുള്ള നിക്കാഹ് തന്നെ ബാത്തിലാണ്. അത് ഖാളി അബു ത്വയ്യിബ് തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, എന്നുള്ളതുപോലെ വലൽ ഇജാറത്തു, ഇജാറത്ത് നടത്താനും പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ വീടാണ് പണയമായിട്ട് വെച്ചത് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെ പണയത്തിന് അംർ സ്വീകരിക്കുകയും ചെയ്തു. സെയ്ദാണ് പണയം വെക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക? സെയ്ദ് ഈ വീടിനെ മറ്റൊരാൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതും പാടില്ല. എങ്ങനെയെങ്കിൽ ഇൻകാന ദൈനു ഹാലൻ, ദൈന് ഹാലാണ് എങ്കിൽ ഔ യഹില്ലു ഖബലഹ ഐ ഖബല മുദ്ദതിഹ, ആ ഇജാറത്തിൻ്റെ മുദ്ദത്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യും? ആ ദൈന് ഹാലാകും. എന്ന് പറഞ്ഞാൽ സെയ്ദ് അംറിന് എന്ത് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്? കാശ് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് റമളാൻ മാസത്തിലാണെന്ന് കരുതുക. ഓക്കെ, റമളാൻ മാസത്തിലാണ് കാശ് നൽകാമെന്ന് പറഞ്ഞത്. എന്നാൽ
അവൻ തൻ്റെ വീട് ഖാലിദിന് ഇജാറത്തായിട്ട് നൽകിയത്, വാടകയ്ക്ക് നൽകിയത് ശവ്വാൽ മാസം വരെയാണ് എങ്കിൽ, അതാണ് ഔ യഹില്ലു ഖബലഹ, അതായത് ഇത് ഇജാറത്തിൻ്റെ മുദ്ദത്ത് ആകുന്നതിന് മുമ്പ് തന്നെ, ശവ്വാൽ വരുന്നതിന് മുമ്പ് തന്നെ റമളാൻ ആകുന്നുണ്ട്, ഇവൻ കാശ് നൽകേണ്ട സമയമാകുന്നുണ്ട് എങ്കിൽ ഫഇന്നഹാ തുഖല്ലിലു റഗ്ബത ഫതബ്തുലു ഫഇന്നഹാ തുഖല്ലിലു റഗ്ബത, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇജാറത്ത് ആ വീട്ടിലുള്ള റഗ്ബത്തിനെ കുറക്കുന്നു, ഫതബ്തുലു, അപ്പോൾ ആ ഇജാറത്ത് ബാത്തിലാവുകയും ചെയ്യുമെന്നർത്ഥം. അതായത് സെയ്ദ് എന്ത് ചെയ്യാൻ പാടില്ല, അത് മറ്റൊരാൾക്ക് ഈ ഒരു സ്ഥിതിയിൽ ഇജാറത്തായിട്ട് നൽകാൻ പാടില്ല എന്നർത്ഥം. ബിഖിലാഫി മാ ഇദാ കാന ദീനു യഹില്ലു ബഅദ മുദ്ദതിഹാ ഔ മഅ ഫറാഗിഹാ, ഇജാറത്തിൻ്റെ മുദ്ദത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇജാറത്തിൽ നിന്നും വിരമിക്കുന്നതോടു കൂടെയാണ് ആ ദൈന് ഹാലാകുന്നത് എന്നുള്ള കാര്യത്തിനെതിരായിട്ട്, അതായത് റമളാൻ മാസത്തിലാണ് ആ ദൈന് ഹാലാകുന്നത്, എന്നാൽ ഷഅബാനോട് കൂടെ തന്നെ എന്തു ചെയ്യും, ആ ഇജാറത്ത് അവിടെ ഇല്ലാതായിത്തീരും. ഷഅബാൻ വരെ മാത്രമേ സെയ്ദ് തൻ്റെ വീടിൽ താമസിക്കാൻ ഖാലിദിന് അനുവാദം നൽകിയിട്ടുള്ളൂ എന്നുള്ള അവസ്ഥക്കെതിരായിട്ട്, അപ്പോൾ അത്തരത്തിലുള്ള ഇജാറത്ത് സാധ്യമാണ്. കാരണം ഇജാറത്ത് കഴിഞ്ഞിട്ടാണ് ആ ദൈന് ഹാലാകുന്നത് എന്നർത്ഥം. ഓക്കെ, ഫതജൂസുൽ ഇജാറത്തു, അപ്പോൾ അവിടെ ഇജാറത്ത് ജായിസ് ആകുന്നതാണ്. എന്നാൽ വയജൂസുലിൽ മുർത്തഹിനി മുത്തലഖൻ, മുത്തലഖൻ നിലക്കു തന്നെ മുർത്തഹിനു തന്നെ ആ വസ്തു എന്ത് നൽകാവുന്നതാണ്, ഇജാറത്തായിട്ട് നൽകാവുന്നതാണ്. വലാ യബ്തുലു റഹ്നു, ആ അവസരത്തിൽ അവിടെ റഹ്ന് എന്നുള്ളത് ബാത്തിലാവുകയുമില്ല, മുർത്തഹിന് അത് ഇജാറത്ത് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, എന്നുള്ളതുപോലെ വലൽ വത്തു നടത്താനും പാടില്ല. ലി ഖൗഫിൽ ഹബിലി ഫീമൻ തഹബലു, സാധാരണഗതിയിൽ ഗർഭമുണ്ടാകുന്ന സ്ത്രീയാണ് എങ്കിൽ അവളിൽ ഗർഭമുണ്ടായേക്കുമോ എന്നുള്ള പേടി കാരണത്താലാണ് വത്തു ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞത്. വ ഹസ്മൽ ലിൽ ബാബി ഫി ഗൈരിഹ, ഇനി തീരെ ഹബിലുണ്ടാകാത്ത വളരെ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവളെയും എന്ത് ചെയ്യാൻ പാടില്ല, വത്തു ചെയ്യാൻ പാടില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ബാബിനെ തന്നെ, വത്തു എന്നുള്ള ബാബിനെ തന്നെ അടക്കാൻ വേണ്ടിയിട്ടാണ് ആരെയും വത്തു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഫഇൻ വത്ഇഅ ഫഅഹ്ബല, ഇനി എന്ത് ചെയ്തു, ഒരാൾ തൻ്റെ പണയം വെക്കപ്പെട്ട അടിമ സ്ത്രീയെ വത്തു ചെയ്തു, ഫഅഹ്ബല, അങ്ങനെ അവൾക്ക് ഗർഭമുണ്ടാവുകയും ചെയ്താൽ ഫൽ വലദു ഹുർറുൻ, അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി സ്വതന്ത്രനാണ്. ഇവൻ പണയം വെക്കാതെ തന്നെ അവളെ ഉപയോഗിച്ചതുപോലെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ നസീബുൻ ഹുർറുൻ, നസീബുൻ നസബ് ഉള്ള സ്ഥിരപ്പെട്ട കുട്ടിയായിരിക്കും, അതായത് ഈ വത്ഇ ചെയ്തിട്ടുള്ള ഉടമസ്ഥനായിരിക്കും അവൻ്റെ ഉപ്പ എന്നർത്ഥം. വലാ ഖീമത അലൈഹി, ഇനി അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി എങ്കിലും ആ കുട്ടിക്ക് ഉണ്ടാവേണ്ടിയിരുന്ന ഖീമത്ത് ആര് നൽകേണ്ടതില്ല, ഈ സയ്യിദ് പണയമായിട്ട് നൽകേണ്ടതില്ല. വലാ ഹദ്ദ വലാ മഹ്റ, ഇങ്ങനെ വത്ഉ ചെയ്തു എന്ന് വെച്ച് അവനെ ഹദ്ദടിക്കുകയോ അല്ലെങ്കിൽ മഹർ നൽകേണ്ടി വരികയോ ഇല്ല. എന്നിരുന്നാലും വഅലൈഹി അർഷുൽ ബക്കാറത്ത് ഇൻ അഖ്തല്ലാഹ, ആ അടിമ സ്ത്രീ ഒരു ബിക്റായിട്ടുള്ള സ്ത്രീയായിരുന്നു. അപ്പോൾ അവളെ വത്ഉ ചെയ്യുന്നതോടുകൂടെ അവൻ എന്ത് ചെയ്തു, അവളുടെ കന്യാചർമ്മം പൊട്ടിച്ചുവെങ്കിൽ ആ ബക്കാറത്ത് നീക്കിയതിനുള്ള നഷ്ടപരിഹാരം അവൻ്റെ മേൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഫഇൻ ഷാഅ ജഅലഹു റഹനൻ, അപ്പോൾ ഈ സയ്യിദിന് വേണമെങ്കിൽ ആ ഒരു അർഷുൽ ബക്കാറത്തിനെ കൂടി പണയമാക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബിക്കറിനെ സയ്യിബാക്കിയാലുള്ള ഒരു അർഷ് 1000 രൂപയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഈ 1000 രൂപ കൂടി അംറിൻ്റെ കയ്യിൽ സെയ്ദ് നൽകിയിട്ട് അതുകൂടി റഹനാക്കേണ്ടതാണ്. വഇൻ ഷാഅ ഖല്ലാഹു മിനദ്ദൈനി, ഇനി അവൻക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ എന്തു നടത്താം, ഈ അർഷുൽ ബക്കാറത്തിനെ ദൈനിൽ നിന്നും വീട്ടാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ 10,000 രൂപ അംറിൽ നിന്നും സെയ്ദ് കടമായിട്ട് വാങ്ങിയിരുന്നു, അതിൻ്റെ പണയമായിട്ടാണ് തൻ്റെ അടിമ സ്ത്രീയെ വെച്ചിരുന്നത്. ഓക്കെ, എന്നിട്ട് അടിമ സ്ത്രീയെ സെയ്ദ് വത്ഉ ചെയ്തു, അവൾക്കുള്ള അർഷുൽ ബക്കാറത്തായിട്ടുള്ളത് 1000 രൂപയാണ് എങ്കിൽ ആ 1000 രൂപ എന്ത് ചെയ്യുക, സെയ്ദ് അംറിന് കൊടുക്കാനുള്ള കടത്തിൽ നിന്നും വീട്ടുക. അങ്ങനെയും ഈ അർഷുൽ ബക്കാറത്തിനെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വഫീ നുഫൂദുൽ ഇസ്തീലാദി അഖ്വാലുൽ ഇഅ്താഖ്, ഇസ്തീലാദ് നടപ്പിലാകുമോ എന്നുള്ള വിഷയത്തിൽ ഇഅ്താഖിൻ്റെ ഖൗലുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്തീലാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഉടമ തൻ്റെ അടിമ സ്ത്രീയെ വത്ഉ ചെയ്തു, അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി സ്വതന്ത്രനാണ്. പിന്നീട് ഇയാളുടെ മരണത്തോടുകൂടെ, സയ്യിദിൻ്റെ മരണത്തോടുകൂടെ ആ അടിമ സ്ത്രീ സ്വതന്ത്രയുമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ മർഹൂനത്തായിട്ടുള്ള ഒരു സ്ത്രീയെ വത്ഉ ചെയ്തിരുന്നു, അങ്ങനെ കുട്ടിയുണ്ടായി, പിന്നീട് ഇയാൾ മരിച്ചാൽ, സയ്യിദ് മരിച്ചാൽ ആ സ്ത്രീ സ്വതന്ത്രനാവുമോ എന്നുള്ള വിഷയത്തിൽ അഖ്വാലുൽ ഇഅ്താഖ്, ഇഅ്താഖിലുള്ള അതേ ഖൗലുകളുണ്ട്. അൽഹറുഹ, അപ്പോൾ അതിൻ്റെ അൽഹറായിട്ടുള്ള ഖൗല് നമ്മൾ ഇഅ്താഖിൽ പറഞ്ഞതുപോലെ നഫൂദുഹു മിനൽ മൂസിരി ഫയൽസമുഹു ഖീമത്തഹാ
ഫയൽസമുഹു ഖീമത്തുഹ വതകൂനു റഹ്നൻ മകാനഹ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവളെ വത്ത് ചെയ്ത് അങ്ങനെ കുട്ടി ഉണ്ടായാൽ പിന്നെ എന്തു ചെയ്യണം? പിന്നീട് ഇവൻ എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയില്ലല്ലോ. ഇവൻ മരിക്കുന്നതോടുകൂടെ ആ സ്ത്രീ സ്വതന്ത്രയുമാകും. പിന്നീട് മർഹൂനത്തായിട്ട് ആ സ്ത്രീ ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ അങ്ങനെ കുട്ടി ഉണ്ടായാൽ പിന്നെ അവളെ തിരിച്ചെടുത്തുകൊണ്ട് അവളുടെ ഖീമത്ത് ആ അംറിൻ്റെ കയ്യിൽ, മുർത്തഹിനിൻ്റെ കയ്യിൽ ഇവൻ റഹിനായിട്ട് വെക്കേണ്ടതാണ് എന്നർത്ഥം. ഫഇല്ലം യുംഫുൽ, ഇനി അത് നടപ്പിലല്ല എങ്കിലോ, അതായത് വ്യത്യസ്ത കൗലുകൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഫഇല്ലം യുംഫൽ ഫർറഹിനു ബിഹാലിഹി, അപ്പോൾ മർഹൂനത്തായിട്ടുള്ള സ്ത്രീ അങ്ങനെ തന്നെ അവിടെ നിൽക്കും. വലാ തുബാഉ ഹാമിലൻ, എന്നാലും അവൾ ഹാമിലായിരിക്കെ വിൽക്കപ്പെടാൻ പാടില്ല. അലി ഹുല്ലിയത്തി ഹംലിഹ, കാരണം അവളുടെ ഗർഭം എന്താണ്? ഹുറാണല്ലോ. കാരണം ഈ സയ്യിദ് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കുട്ടിയായതിനാൽ അവൻ എന്താണ്? ഹുറാണ്. അതുകൊണ്ട് തന്നെ അവളെ വേർപിരിഞ്ഞതിന് ശേഷം മാത്രമേ ആ സ്ത്രീ വിൽക്കാൻ പാടുള്ളൂവെന്നർത്ഥം. ഓക്കെ, ഇനി ഫഇല്ലം നുനഫിദ്ഹു, ഇനി അതിനെ നമ്മൾ എന്താക്കിയില്ല? നുഫൂദ് നടത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇസ്തീലാദ് ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഫം ഫക്കർ റഹിനു മിൻ ഗൈരി ബൈഅൻ, ബൈഅ ഇല്ലാതെ തന്നെ ആ റഹിന് വേർപിരിഞ്ഞുവെന്ന് കരുതുക. അതായത് സെയ്ദ് എന്ത് ചെയ്തു? അവളെ തിരിച്ചെടുത്തു, അതിന് വേണ്ട കാശും കൊടുത്തു. അമ്രിനുള്ള കാശ് തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അമ്രി ഇബ്രാ നടത്തി, എങ്ങനെയുമാകാം ആ ഇൻഫിക്കാക്ക്. ഏതായാലും ഫം ഫക്കർ റഹിനു മിൻ ഗൈരി ബൈഅൻ നഫദൽ ഇസ്തീലാദ് ഫിൽ അസഹി, ആ അവസരത്തിൽ ഇസ്തീലാദ് നടക്കുന്നതാണ് എന്നർത്ഥം. അതായത് ആ കുട്ടി ഇപ്പോൾ സ്വതന്ത്രനാണല്ലോ, ഇവൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കുട്ടി സ്വതന്ത്രനാണ്. പിന്നീട് ഈ സെയ്ദ് മരിക്കുന്നതോടുകൂടെ ഈ അടിമ സ്ത്രീ സ്വതന്ത്രയുമാകുന്നതാണ്. എന്നാൽ എഴുത്താക്കിൻ്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എഴുത്താക്ക് നടത്തിയാൽ പിന്നെ ആ ഇൻഫിക്കാക്കുറഹിനുണ്ടായാലും ആ എഴുത്താക്ക് നടക്കൂല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്തീലാദ് നടക്കുമെന്ന് പറഞ്ഞു. വൽ ഫർഖു ബൈനഹു വ ബൈനൽ ഇഅ്താഖി, ഇസ്തീലാദിൻ്റെയും എഴുത്താക്കിൻ്റെയും ഇടയിലുള്ള ഫർക്ക് അന്നൽ ഇഅ്താഖ ഖൗലുൻ യഖ്തലിൽ ഇഅ്തഖ ഫിൽ ഹാലി. ഓക്കെ, ഇഅ്താഖ് എന്ന് പറഞ്ഞാൽ അഅ്തഖ്തു എന്ന് പറയുന്നതോട് കൂടെ തന്നെ തദവസരത്തിൽ തന്നെ എഴുത്തക്കിനെ തേടുന്നതായിട്ടുള്ള കൗലാണ് എഴുത്താക്ക് എന്നുള്ളത്. ഫഇദാ റുദ്ദ ലഗ, അപ്പോൾ ആ ഒരു സമയത്ത് അത് തടയപ്പെടുകയാണ് എങ്കിൽ തന്നെ ആ കൗല് തന്നെ ലഘുവായിപ്പോയി. കാരണം എഴുത്തഖ്തു എന്നൊരാൾ പറഞ്ഞതിനെ പരിഗണിക്കണമെങ്കിൽ അപ്പോൾ തന്നെ എഴുത്തക്ക് നടക്കണം. എന്നാൽ വൽ ഇസ്തീലാദ് ഫിഅലുൻ ലാ യുംകിനു റദ്ദുഹു, എന്നാൽ ഇസ്തീലാദ് എന്നുള്ളത് ഒരിക്കലും തള്ളപ്പെടാൻ കഴിയാത്ത ഒരു ഫിഅലാണ്. വ ഇന്നമാ യുംനഉ ഹുക്മുഹു ഫിൽ ഹാലി ലിഹഖിൽ ഗൈരി, അതേ അവസരത്തിൽ അതിൻ്റെ ഹുക്മ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, അതായത് മർഹൂനത്തായിരിക്കുന്ന അവസരത്തിൽ അവിടെ ഇസ്തീലാദ് നടക്കുകയില്ല എന്നുള്ള കൗല് പ്രകാരമാണല്ലോ നമ്മളിവിടെ വരുന്നത്. അപ്പോൾ അവിടെ അത് നടക്കുകയില്ല എന്ന് പറഞ്ഞത് ലിഹഖിൽ ഗൈരി, മറ്റൊരാൾക്ക് ആ മർഹൂനത്തായിട്ടുള്ള അടിമ സ്ത്രീയിൽ ഹക്കുണ്ടായത് കാരണത്താലാണ്. മുർത്തഹിനിന് കൂടി അതിൽ ചെറിയൊരു അവകാശം ഉണ്ടായത് കാരണത്താലാണ്. ഫഇൻസാല ഹഖുൽ ഗൈരി, അപ്പോൾ മുർത്തഹിനിൻ്റെ ഹക്ക് നീങ്ങുന്നതോടുകൂടെ സബത ഹുക്മുഹു, ആ വസ്തുവിൻ്റെ അതായത് ഇസ്തീലാദിൻ്റെ ഹുക്മ് സാബിത്താകുന്നതാണ്. അതായത് അവളെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നതോടുകൂടെ അവൾ പിന്നീട് ഇസ്തീലാദിൻ്റെ ഹുക്മിലേക്ക് വരുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഏതായാലും ഫലോ മാതത് ബിൽ വിലാദത്തി, ഇനി ഒരാൾ എന്ത് നടത്തി? തൻ്റെ അടിമ സ്ത്രീയെ പണയമായിട്ട് വെച്ചു, പിന്നീട് അവളെ വത്വ ചെയ്തു, എന്നിട്ട് കുട്ടിയുണ്ടായി എന്ന് കരുതുക. ഫലോ മാതത് ബിൽ വിലാദത്തി, പിന്നീട് വിലാദത്തോടു കൂടെ ആ സ്ത്രീ മരിച്ചുപോയി. തഫ്രിയ അല അദമി തംഫീദ്, ഇപ്പോൾ ഇവിടെ ഫലോ മാതത്ത് എന്നുള്ള തഫ്രിയ വന്നത് നുഫൂദാവുകയില്ല, ഇസ്തീലാദ് നടപ്പിലാവുകയില്ല എന്നുള്ള കൗല് പ്രകാരമാണ്. ഓക്കെ, ഇസ്തീലാദ് നടപ്പിലാകുമെന്ന് പറഞ്ഞാൽ പിന്നീട് എന്തായി? ഇവളെ വത്വ ചെയ്യുന്നതോടുകൂടെ, കുട്ടി ഉണ്ടാകുന്നതോടുകൂടെ പിന്നീട് അവൾ മർഹൂനത്തല്ല, മറിച്ച് അവൾക്കുള്ള സ്വത്താണ് റഹിനായിട്ട് നൽകേണ്ടത്. ഓക്കെ, ഏതായാലും ഇവിടെ ഇസ്തീലാദ് നടപ്പിലാവുകയില്ല എന്നുള്ള കൗല് പ്രകാരം ഫലോ മാതത് ബിൽ വിലാദത്തി ഗരിമ ഖീമതഹ, അതോടുകൂടെ ആ റാഹിന് അവളുടെ ഖീമത്തിന് കടക്കാരനാകുന്നതാണ്. വതകൂന റഹിനൻ മകാനഹ ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അവളുടെ സ്ഥാനത്ത് ആ ഖീമത്ത് പണയ സ്വത്തായി മാറുന്നതാണ്. കാരണം എന്താണ്? ലി അന്നഹു, ഇവനിങ്ങനെ ഖീമത്തിന് കാര്യമാണെന്ന് പറയാനുള്ള കാരണം ലി അന്നഹു തസബ്ബബ ഫി ഹലാക്കിഹ, കാരണം അവൾ നശിക്കാൻ കാരണമായിട്ടുള്ളത് ഇവനാണ്. അതായത് വിലാദത്ത് കാരണത്താലാണ് ആ സ്ത്രീ മരിച്ചിട്ടുള്ളത്. അവൾക്ക് വിലാദത്ത് ഉണ്ടാകാനുള്ള കാരണം ഇവനുമാണല്ലോ. ബില്ലഹ്ബാലി, ഇങ്ങനെ ഗർഭമുണ്ടാക്കുന്നത് കൊണ്ട് മിൻ ഗൈരി ഇസ്തിഹ്ഖാഖിൻ, ഒരു അവകാശവുമില്ലാതെ, സത്യത്തിൽ അവൻ വത്ത് ചെയ്യാൻ അവൻ അവകാശമുണ്ടായിരുന്നില്ല, എന്നിട്ടും അവൻ ചെയ്തിട്ടാണ് അവൾ മരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ അവളുടെ ഖീമത്തിന് ഇവൻ കടക്കാരനാകുന്നതാണ്. എന്നാൽ വസാനി ലാ യഗ്റമു, സാനിക്കാർ പറയുന്നത് ഇവൻ കടക്കാരനാവുകയില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം വൈലാഫത്തുൽ ഹലാക്കി,
ഇലാ ഇലലിൻ തഖ്തളി ശിദ്ദത്ത ത്വൽഖി, അവൾ മരിക്കാനുള്ള കാരണം എന്താണ്? അവൾക്കുള്ള പ്രസവവേദന കൂടുതലായത് കാരണത്താലാണ് അല്ലേ? അപ്പോൾ പ്രസവവേദന കൂടാനുള്ള കാരണങ്ങളിലേക്ക് ഹലാക്കിനെ ചേർത്തുന്നതാണ് അഖറബു മിൻ ഇളാഫത്തിഹി ഇലൽ വത്ഇ, വത്ഇലേക്ക് അതിനെ ചേർത്തുന്നതിനേക്കാൾ അടുപ്പമായിട്ടുള്ളത് എന്നർത്ഥം. അതായത് അവൾ മരിക്കാനുള്ള കാരണം ഈ വത്ഇ ചെയ്ത സയ്യിദാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലതെന്താണ്? അവൾക്ക് പ്രസവവേദന ഉണ്ടാകാനുള്ള ബാക്കിയുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം ആ മരണത്തിനുള്ള കാരണം എന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ അവൾ മരിക്കാനുള്ള കാരണക്കാരൻ ഈ വാത്തി ആയിട്ടുള്ള സയ്യിദ് അല്ലാത്തത് കൊണ്ട് തന്നെ അവൻ കടക്കാരനാവുകയില്ല എന്നാണ് സാനിക്കാർ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? മിൽക്കിനെ നീക്കുന്ന തരത്തിലുള്ള തസറുഫാത്തുകൾ മർഹൂനിൽ റാഹിന് നടത്താൻ പാടില്ല എന്നായിരുന്നു. വലഹു കുല്ലു ഇന്തിഫാഇൻ ലാ യൻഖുസുഹു അയിൽ മർഹൂന. ഓക്കെ, മർഹൂനിൻ്റെ സമന് ചുരുക്കാത്ത, അതിൻ്റെ മൂല്യം ചുരുക്കാത്ത എല്ലാ ഇന്തിഫാവും ഈ റാഹിനിക്ക് ജായിസാണ് എന്ന് പറഞ്ഞാൽ കറുക്കൂബ് വസുക്കിന, ഇവനൊരു വാഹനത്തെയാണ് അമ്രിൻ്റെ കയ്യിൽ പണയം വെച്ചത് എങ്കിൽ അതിന് ഉപയോഗിക്കാവുന്നതാണ്. വസുക്കിന, ഒരു വീടാണ് പണയം വെച്ചത് എങ്കിൽ അതിലിവന് താമസിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം. വഫീ ദാലിക ഹദീസുൽ ബുഖാരി, ഈ വിഷയത്തിൽ ബുഖാരി ഇമാമിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹു യുർകബു ബിനഫഖതിഹി ഇദാ കാന മർഹൂനൻ. ലഹ്റ എന്നുള്ളത് ലഹ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ വാഹനം എന്നുള്ളതാണ് ഉദ്ദേശം, അതായത് മൃഗങ്ങളുടെ പുറം എന്നാണ് അർത്ഥം. അപ്പോൾ അല്ലാഹു യുർകബു, വാഹനങ്ങളിൽ കയറപ്പെടാവുന്നതാണ്. ബിനഫഖതിഹി, അതിൻ്റെ നഫഖത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ വാഹനത്തിനുള്ള ഡീസലും ഈ റാഹിന് തന്നെ അടക്കണം, അല്ലെങ്കിൽ ആ മൃഗത്തിനുള്ള ഭക്ഷണവും ഈ റാഹിന് തന്നെ കൊടുക്കണമെന്നർത്ഥം. ഇതാക്കാൻ മർഹൂനൻ, ആ ലഹർ മർഹൂനാണ് എങ്കിൽ അപ്പോൾ റാഹിനിന് എന്ത് ചെയ്യാവുന്നതാണ്? അത് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. എന്നാൽ ലൽ ബിനാഉ വൽ ഖിറാസു, എന്നാൽ ഒരു ഭൂമിയാണ് എന്ത് നൽകിയത് എങ്കിൽ, പണയമായിട്ട് നൽകിയത് എങ്കിൽ അവിടെ കെട്ടിടം നിർമ്മിക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ മരങ്ങൾ നടാനോ പാടില്ല. കാരണം ഫഇന്നഹുമാ യൻഖുസാനി ഖീമത്തൽ അർളി, കാരണം അവ രണ്ടും അർളിൻ്റെ ഖീമത്തിനെ ചുരുക്കുന്നതാണ് എന്നർത്ഥം. ഫഇൻ ഫഅല ദാലിക, ഇനി അങ്ങനെ അവൻ ചെയ്തു, ഒരാൾ വീട് പണയം വെച്ചു എന്നിട്ട് അതിൽ എന്തുകൂടെ നടത്തി, ബിനാ ഖിറാസൊക്കെ നടത്തി എന്ന് കരുതുക. എന്നാലും ലം യുഖ്ല ഖബ്ല ഹുലൂലിൽ അജലി, അജലി എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? ആ ബിനാഉം ഖിറാസും പിഴുതെറിയപ്പെടാൻ പാടില്ല എന്നർത്ഥം. അതായത് അത് വിൽക്കേണ്ടി വരുന്ന, ആ ഭൂമി വിൽക്കേണ്ടി വരുന്ന അവസരത്തിൽ മാത്രമേ പിന്നീട് ആ ബിനാഉം ഖിറാസും ഒഴിവാക്കേണ്ടതുള്ളൂ. വബഅദഹു യുഖ്ലഉ, എന്നാൽ അങ്ങനെ അജലി എത്തിയതിന് ശേഷം ആ വസ്തുക്കളെ ബിനാഇനെയും ഖിറാസിനെയും ഖൽഉ ചെയ്യാവുന്നതാണ്. എങ്ങനെയെങ്കിൽ ഇല്ലം തഫിൽ അർളു ഐ ഖീമത്തുഹാ ബിദ്ദൈനി, ആ ഭൂമിയുടെ ഖീമത്ത് ദൈനുമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ, അതായത് ആ ഭൂമിയിൽ ബിനാഉം ഖിറാസുമൊക്കെ ഉണ്ടാക്കിയത് കാരണത്താൽ പിന്നീട് അത് വിറ്റപ്പോൾ മതിയായിട്ടുള്ള വില കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? ഒന്നുകൂടിയുണ്ട്, വസാദത് ബിഹി ഐ ബിൽ ഖൽഇ, ഖൽഅോട് കൂടെ എന്ത് ചെയ്തു? ആ അർളിൻ്റെ ഖീമത്ത് അധികരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ബിനാഉം ഖിറാസും ഒക്കെ ഉള്ളത് കാരണത്താൽ അതിന് വെറും 10,000 രൂപ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിരപ്പായ ഭൂമിയാണ് വിൽക്കുന്നത് എങ്കിൽ അതിന് 15,000 20,000 ഒക്കെ കിട്ടുമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അവിടെയുള്ള ബിനാഉം ഖിറാസും ഒക്കെ ഖൽഅ ചെയ്യപ്പെടാവുന്നതാണ്. ഓക്കെ, സുമ്മ ഇൻ അംകനൽ ഇന്തിഫാ ബിൽ മർഹൂനി ബിഗൈരി ഇസ്തിർദാദിൻ. ഇനി അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞു മർഹൂനിൻ്റെ വില ചുരുക്കാത്ത ഏത് തരത്തിലുള്ള ഇന്തിഫാഉം റാഹിനിന് സാധ്യമാണ് എന്ന്. ഓക്കെ, സുമ്മൈൻ അംകനൽ ഇന്തിഫാഉ ബിൽ മർഹൂനി, പിന്നെ ഈ മർഹൂനുമായിട്ടുള്ള ഇന്തിഫാഉ സാധ്യമാണ് എങ്കിൽ ബിഗൈരി ഇസ്തിർദാദിൻ, ഇസ്തിർദാദൊന്നും കൂടാതെ, അതായത് ആ വസ്തുവിനെ സെയ്ദ് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കാതെ തന്നെ അവന് അതുകൊണ്ടുള്ള ഇന്തിഫാഉ സാധ്യമാണ്. ഏതുപോലെ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ലം യുസ്തറദ്ദ, അങ്ങനെയെങ്കിൽ ആ മർഹൂന് തിരികെ വാങ്ങേണ്ടതില്ല, അത് അമ്രിൻ്റെ കയ്യിൽ തന്നെ നിന്നോട്ടെ, അതിൻ്റെ മൻഫഅത്ത് ആർക്ക് കിട്ടിയാൽ മതി? റാഹിനിന് ലഭിച്ചാൽ മതി എന്നർത്ഥം. ഏതുപോലെ കഅയ്യകൂന അബ്ദൻ, ആ മർഹൂൻ എന്താണ്? ഒരു അടിമയാണ്. സെയ്ദ് തൻ്റെ അടിമയാണ് അമ്രിൻ്റെ കയ്യിൽ പണയം വെച്ചിട്ടുള്ളത്. ലഹു ഹിർഫത്തുൻ യഅമലുഹാ ഫി യദിൽ മുർത്തഹിനി, മുർത്തഹിനിൻ്റെ കൈവശമായിരിക്കെ തന്നെ, മുർത്തഹിനിൻ്റെ കൺട്രോളിലായിരിക്കുമ്പോൾ തന്നെ ആ അബ്ദിന് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയുമുണ്ട്, കൂലിയുമുണ്ട്. അപ്പോൾ ആ കൂലി എന്നുള്ളത് അതിൻ്റെ വരുമാനമൊക്കെ ആർക്കാണ് കിട്ടുക? വരുമാനമൊക്കെ കിട്ടുന്നത് ആ സെയ്ദിനായിരിക്കും. അപ്പോൾ സെയ്ദ് ആ അബ്ദിനെ തിരികെ വാങ്ങാതെ തന്നെ മുർത്തഹിനിൻ്റെ കയ്യിൽ വെച്ചു തന്നെ ആ അബ്ദിന് ആ പണിക്കൊക്കെ പോകാവുന്നതാണ്. ഫലാ യുസ്തറദ്ദു ലിഅമലിഹ, അപ്പോൾ ആ ഹിർഫത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്
അബ്ദിനെ തിരികെ വാങ്ങേണ്ടതില്ല. എന്നാൽ വയുസ്തറദ്ദുലിൽ ഖിദ്മത്തി സെയ്ദിനിക്കുള്ള ഖിദ്മത്ത് നടത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സെയ്ദിന് എന്ത് നടത്താവുന്നതാണ്, അബ്ദിനെ തിരികെ വാങ്ങാവുന്നതാണ്. ഓക്കെ. വ ഇല്ലം യുംകിനുൽ ഇന്തിഫാഉ ബിഹി ബിഗൈരി ഇസ്തിർദാദിൻ ഇസ്തിർദാദ് കൂടാതെ അവനെ കൊണ്ടുള്ള ഇന്തിഫാ നടക്കുന്നില്ല എങ്കിലോ ഫയുസ്തറദ്ദു അപ്പോൾ അതിനെ തിരികെ വാങ്ങാവുന്നതാണ്. ഏതുപോലെ കഅൻ തകൂന ദാറൻ ഫതുസ്കനു ഔ ദാബത്തൻ ഫതുർകബു. ഓക്കെ, അതൊരു വീടാണ് പണയം വെച്ചത്. അപ്പോൾ ആ വീട്ടിൽ വേണമെങ്കിൽ സെയ്ദിന് താമസിക്കാവുന്നതാണ്. ആ താമസം എന്നുള്ളത് ആ വീട് തിരികെ വാങ്ങിയാലേ സാധ്യമാവുകയുള്ളൂ. ഔ ദാബത്തൻ ഫതുർകബു അല്ലെങ്കിൽ വാഹനം കയറാനുള്ള വാഹനമാണ് പണയം വെച്ചത് എങ്കിൽ അതും തിരികെ വാങ്ങാവുന്നതാണ്. എന്നാൽ വയറുദ്ദുഹ വ അബ്ദൽ ഖിദ്മത്തി ഇലൽ മുർത്തഹിനി ലൈലൻ എന്നാൽ രാത്രി സമയത്ത് എന്തു തന്നെ ചെയ്യണം, ഈ വസ്തുക്കളെയെല്ലാം എന്നുള്ളതുപോലെ അബ്ദൽ ഖിദ്മത്തി ഖിദ്മത്തിന് തിരികെ വാങ്ങിയിട്ടുള്ള അടിമയെയും രാത്രി സമയത്ത് മുർത്തഹിന് തന്നെ തിരികെ നൽകേണ്ടതാണ്. ഓക്കെ, ഇവിടെ രാത്രി എന്നുള്ളത് ഒരു സൂചനാ പദമാണ്. അതായത് അതിലുള്ള ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മുർത്തഹിന് തന്നെ അംറിന് തന്നെ ആ വസ്തു തിരികെ നൽകണമെന്നർത്ഥം. ഓക്കെ, ഇനി ഇങ്ങനെ സെയ്ദ് എന്ത് ചെയ്തു, തൻ്റെ വാഹനം അംറിൻ്റെ കയ്യിൽ പണയം വെച്ചിരുന്നു. എന്നിട്ട് അതിൽ എങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അംറിൻ്റെ കയ്യിൽ നിന്നും ആ വാഹനം തിരികെ വാങ്ങുകയാണ് എങ്കിൽ അംറിന് എന്തു ചെയ്യാം, ഇത് ഇവൻ തിരികെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ രണ്ടുപേരെ സാക്ഷി നിർത്താവുന്നതാണ്. ഓക്കെ, അതാണ് വയഷ്ഹദുൽ മുർത്തഹിനു അല റാഹിനി റാഹിനിന് എതിരെയായിട്ട് റാഹിനിൻ്റെ മേൽ മുർത്തഹിനിന് സാക്ഷി നിർത്താവുന്നതാണ്. ബിൽ ഇസ്തിർദാദിൽ ഇന്തിഫാഇന് വേണ്ടിയിട്ട് ഉപകാരമെടുക്കാൻ വേണ്ടിയിട്ട് റാഹിന് ആ വസ്തു തിരികെ വാങ്ങുമ്പോൾ മുർത്തഹിനിന് സാക്ഷിയാക്കാവുന്നതാണ്. ഷാഹിദൈനി രണ്ട് സാക്ഷികളെ. ഇനിത്തഹമഹു അവനെ ഇവൻ സംശയിക്കുകയാണ് എങ്കിൽ, ഇനി ഈ സെയ്ദ് കൊണ്ടുപോയാൽ പിന്നീട് എനിക്കത് തിരികെ നൽകൂല എന്നുള്ള ഒരു ചിന്ത മുർത്തഹിനായിട്ടുള്ള അംറിനുണ്ട് എങ്കിൽ രണ്ട് സാക്ഷികളെ കൊണ്ടുവെക്കാവുന്നതാണ്. ഫൈൻ വസിഖ ബിഹി ഫലാ ഹാജത ഇലൽ ഇഷ്ഹാദി ഇവന് വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യവുമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലഹു ബി ഇദ്നിൽ മുർത്തഹിനി മാ മനഅനാഹു നമ്മൾ ഇതുവരെ ധാരാളം കാര്യങ്ങൾ ആര് നടത്താൻ പാടില്ല എന്ന്, റാഹിൻ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മുർത്തഹിനിൻ്റെ സമ്മതത്തോടു കൂടെ വേണമെങ്കിൽ എന്തും നടത്താവുന്നതാണ് എന്നർത്ഥം. മിന തസറുഫി വൽ ഇന്തിഫാഇ അത് തസറുഫാവട്ടെ ഇന്തിഫാവട്ടെ. അപ്പോൾ ഫയഹില്ലുൽ വത്തു അപ്പോൾ ഈ മുർത്തഹിനിൻ്റെ സമ്മതത്തോടു കൂടെ വേണമെങ്കിൽ റാഹിനിന് തൻ്റെ പണയം വെക്കപ്പെട്ടിട്ടുള്ള അടിമ സ്ത്രീയെ വത്തു ചെയ്യാവുന്നതാണ്. ഫഇല്ലം തഹ്ബൽ ഫർറഹിനു ബിഹാലിഹി അങ്ങനെ മുർത്തഹിനിൻ്റെ സമ്മതത്തോടു കൂടെ റാഹിൻ എന്ത് ചെയ്തു, വത്ത് ചെയ്തു. അങ്ങനെ ആ അടിമ സ്ത്രീ ഹബില് വന്നിട്ടില്ല, അടിമ സ്ത്രീക്ക് ഗർഭം വന്നിട്ടില്ല എങ്കിൽ ഫർറഹിനു ബിഹാലിഹി അപ്പോൾ പണയം അങ്ങനെ തന്നെ ശേഷിക്കും. ആ അടിമ സ്ത്രീ പണയ സ്വത്ത് തന്നെയാണ്. വ ഇൻ അഹ്ബല ഔ അഅതഖ ഔ ബാഅ ഇനി അവൻ വത്ത് ചെയ്തു, അതോടുകൂടെ ആ സ്ത്രീക്ക് ഗർഭമുണ്ടായി, അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്തു, മുർത്തഹിനിൻ്റെ സമ്മതത്തോടു കൂടെ തന്നെ ആ അടിമ സ്ത്രീയെ ഇതഖ് ചൊല്ലി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മർഹൂനിനെ വിറ്റുവന്നാൽ നഫദത്ത് ഇതെല്ലാം മുർത്തഹിനിൻ്റെ സമ്മതത്തോടു കൂടെ ആയതിനാൽ തന്നെ ഇപ്പറഞ്ഞ ഇടപാടുകളെല്ലാം ശരിയാവുന്നതാണ്. വബത്തല റഹിനു ഇതോടുകൂടെ തന്നെ ആ റഹിന് ബാത്തിലാകുന്നതുമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് മുർത്തഹിന് റുജൂ നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എന്ത് ചെയ്തു, സെയ്ദാണല്ലോ ഇവിടുത്തെ റാഹിന്. അംറ് സെയ്ദിനോട് പറഞ്ഞു, നീ വേണമെങ്കിൽ ഈ മർഹൂനായിട്ടുള്ള സ്വത്തിനെ അതായത് ഈ അടിമ സ്ത്രീയെ വത്തു ചെയ്തോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിറ്റോ എന്ന് പറഞ്ഞു. പിന്നീട് സെയ്ദ് അത് വിൽക്കുന്നതിന് മുമ്പ്, വത്ത് ചെയ്യുന്നതിന് മുമ്പ് അംറിന് എന്ത് ചെയ്യാവുന്നതാണ്, വേണ്ട നീ അത് വിൽക്കണ്ട, നീ അതിനെ വത്ത് ചെയ്യണ്ട എന്ന് പറയാവുന്നതാണ്. ഓക്കെ, വലഹു ഐലിൽ മുർത്തഹിനിക്ക് ജായിസാണ് റുജൂ അനിൽ ഇദ്നി അവൻ നൽകിയിട്ടുള്ള ഇതിനെ തൊട്ട് റുജൂ നടത്താവുന്നതാണ്. ഖബ്ല തസറുഫി റാഹിന് തസറുഫ് നടത്തുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ ഫൈൻ തസറഫ ജാഹിലൻ ബിറുജൂഇഹി ഇനി ഈ മുർത്തഹിന് തൻ്റെ സമ്മതത്തിൽ നിന്നും പിന്തിരിഞ്ഞിട്ടുണ്ട്, സമ്മതം പിൻവലിച്ചിട്ടുണ്ട് എന്നറിയാതെ സെയ്ദ് ആ വസ്തുവിൽ തസറുഫ് നടത്തുകയാണ് എങ്കിൽ ഫക തസറുഫ് വക്കീലിൻ ജഹില അസ്ലഹു അപ്പോൾ അത് ഏതുപോലെയാണ്, ഒരു വക്കീലായിട്ടുള്ള ആൾ തന്നെ മുവക്കിൽ അസ്ല് ചെയ്തിട്ടുണ്ട്, തന്നെ വക്കാലത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് ആ വക്കീൽ തസറുഫ് നടത്തുന്നത് പോലെയാണ്. മിൻ മുവക്കിലിഹി ഫലാ യൻഫുദു തസറുഫുഹു ഫിൽ അസ്സഹി അപ്പോൾ അസ്സഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അവൻ്റെ തസറുഫ് അവിടെ ശരിയാവുകയില്ല എന്നർത്ഥം. ഓക്കെ, അതായത് സെയ്ദ് അവൻ്റെ അടിമ സ്ത്രീയെ എന്ത് ചെയ്തു, അംറിൻ്റെ കയ്യിൽ പണയമായിട്ട് വെച്ചു. പിന്നീട് അംറ്
ആ അടിമ സ്ത്രീയെ സെയ്ദിന് തന്നെ നൽകിയിട്ട് പറഞ്ഞു, നീ ഇവളെ വേണമെങ്കിൽ മറ്റൊരാൾക്ക് വിറ്റോ എന്ന് പറഞ്ഞു. പിന്നീട് സെയ്ദ് അത് വിൽക്കുന്നതിന് മുമ്പ് തന്നെ അംർ എന്ത് പറഞ്ഞിരുന്നു? വേണ്ട, അവനത് വിൽക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. ആ സമ്മതത്തിൽ നിന്നും പിന്മാറിയിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ സെയ്ദ് ആ അടിമ സ്ത്രീയെ വിറ്റിട്ടുണ്ട് എങ്കിൽ പ്രബലാഭിപ്രായ പ്രകാരം ആ വിൽപ്പന ശരിയാവുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് വലു അതിനെ ഫീ ബൈഅഹി. ഇനി മുർത്തഹിൻ എന്ത് ചെയ്തു? ആ മർഹൂനിനെ വിൽക്കാനായിട്ട് സമ്മതിച്ചു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയുഅജ്ജിലൽ മുഅജ്ജല മിൻ സമനിഹി. അങ്ങനെ ആ ഒരു വസ്തു വിറ്റിട്ട് അതിൻ്റെ സമനിൽ നിന്നും ഇവിടെ അജല് വെക്കപ്പെട്ടിട്ടുള്ള അവൻ്റെ ദൈന് പെട്ടെന്ന് നൽകാൻ വേണ്ടിയിട്ടാണ്. ഐലി ഹാദൽ ഖറദി, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ സെയ്ദ് അംറിൽ നിന്നും 1000 രൂപ കടം വാങ്ങി അത് പിന്നീട് നൽകാം, അടുത്ത റമദാനിൽ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതിന് പകരമായിട്ട് സെയ്ദ് തൻ്റെ ഫോണ് അംറിൻ്റെ കയ്യിൽ പണയം വെക്കുകയും ചെയ്തു. ഓക്കെ, പിന്നീട് അംർ എന്ത് ചെയ്യാണ്? ആ ഫോണ് സെയ്ദിന് നൽകിയിട്ട് പറയാണ്, നീ ഇത് കൊണ്ടുപോയി വിറ്റോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ വില എനിക്കിപ്പോൾ തന്നെ കിട്ടണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നീ ഇപ്പോൾ തന്നെ റമദാനിന് നൽകേണ്ടിയിരുന്ന മുഅജ്ജലായിട്ടുള്ള ആ സമ്പത്തിനെ തഅ്ജീൽ നടത്താൻ ഇപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അംർ അങ്ങനെ പറയുന്നത് എങ്കിൽ ബി അൻ ശറതഹു, അത് എങ്ങനെയാകാം? അതിനെ നിബന്ധന വെച്ചുകൊണ്ട് തന്നെയാകാം. അതായത് നീതി വിറ്റോ, പക്ഷേ അതിൻ്റെ വില എൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കമാഫിൽ മുഹററി വഗൈരിഹി, മുഹററിലും അല്ലാത്ത കിതാബിലുമൊക്കെ ഈ ബി അൻ ഷറത്തഹു എന്നുള്ള ഒരു ഇബാറത്ത് നമുക്ക് കാണാമെന്നർത്ഥം. എന്നാൽ ലം യസിഹൽ ബൈഉ, ആ ബൈഉ അവിടെ ശരിയാവുകയില്ല. സെയ്ദ് ആ അടിമ സ്ത്രീയെ അല്ലെങ്കിൽ ആ ഫോൺ വിറ്റാൽ അത് ശരിയാവുകയില്ല. ലി ഫസാദിൽ ഇതിന് ബി ഫസാദ് ഷർത്ത്, കാരണം നീതി വിറ്റോ എന്നുള്ള സമ്മതം നൽകുന്നത് എന്താണ്? ഒരു ഷർത്തോടു കൂടെയാണല്ലോ. ഇങ്ങനെയുള്ള ഒരു ഷർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഇതിന് നടത്താൻ പാടില്ല. അപ്പോൾ ആ ഷർത്ത് ഫാസിദായത് കൊണ്ട് തന്നെ എന്തും പാടില്ല, ആ ഇതിനും ഫാസിദാണ്. അതുകൊണ്ട് സെയ്ദ ഫോൺ വിറ്റാൽ ശരിയാവുകയില്ല എന്നർത്ഥം. വകദ, ഇപ്രകാരം തന്നെയാണ് ലൗ ഷറത ഫിൽ ഇദ്നി ഫീ ബൈഇഹി റഹിന സമനി മക്കാനഹു. ഇനി ഇപ്രകാരം തന്നെയാണ് ആ മുർത്തഹിൻ എന്ത് ചെയ്തു? ഇതിന് നീ വിറ്റോ, എന്നാൽ വിറ്റ് കിട്ടുന്ന കാശ് എന്ത് ചെയ്യണം? ആ കാശ് ഇതിൻ്റെ സ്ഥാനത്ത് നീ പണയം വെക്കണം എന്ന് പറഞ്ഞാലും ഇപ്രകാരം തന്നെയാണ് ലം യസിഹൽ ബൈഉ ഫിൽ അൽഹരി ലിമാ ദുക്കിറ, പറയപ്പെട്ടത് കാരണത്താൽ. അതായത് ഷർത്ത് ഫാസിദാണ്, അതുകൊണ്ട് തന്നെ ഇതിനും ഫാസിദാണ് എന്നുള്ളത് കൊണ്ട് അവിടുത്തെ ബൈഉ ശരിയാവുകയില്ല. സെയ്ദ് ആ ഫോണ് ക്കുന്നത് തന്നെ ശരിയാവുകയില്ല എന്നർത്ഥം. ഓക്കെ, വ ഫസാദു ഷർത്തി ബി ജഹാലത്തി സമനി ഇൻദൽ ഇദ്നി. അപ്പോൾ ലിമാ ദുക്കിറ പറയപ്പെട്ട കാരണവുമുണ്ട്. വ ഫസാദു ഷർത്തി ബി ജഹാലത്തി സമനി ഇൻദൽ ഇദ്നി, സമ്മതം കൊടുക്കുന്ന അവസരത്തിൽ സമനി എത്രയാണ് എന്നറിയൂലല്ലോ. ഓക്കെ, അതായത് അംർ എന്താണ് സെയ്ദിനോട് പറയുന്നത്? ഈ ഫോണിന് വിറ്റോ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ സമനി എൻ്റെ കയ്യിൽ പണയം വെക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇതിന് നൽകുന്ന അവസരത്തിൽ ആ ഫോണിന് എത്ര വില കിട്ടുമെന്ന് അംറിന് അറിയൂല. അതുകൊണ്ട് തന്നെ ആ ഷർത്ത് അവിടെ ഫസാദാണ് എന്നർത്ഥം. ഏതൊരു പണയമാണെങ്കിലും അല്ലെങ്കിലും എത്രയാണ് എന്ന് അറിയൽ നിബന്ധനയാണ്. എന്നാൽ വസാനി യസിഹുൽ ബൈഉ, സാനിക്കാർ പറയുന്നത് ഇങ്ങനെ ഷർത്ത് വെച്ചാലൊക്കെ അവിടെയുള്ള ബൈഉ ശരിയാകും എന്നുള്ളതാണ്. ഓക്കെ, എന്ന് മാത്രമല്ല വ യൽസമുർ റാഹിനൽ വഫാ ബി ഷർത്തി, ആ ഷർത്ത് അനുസരിച്ച് പൂർത്തീകരിക്കൽ റാഹിനിൻ്റെ മേൽ നിർബന്ധവുമാണ്. എന്ന് പറഞ്ഞാൽ ആ ഫോൺ വിറ്റിട്ട് അതിൻ്റെ കാശ് അംറിൻ്റെ കയ്യിൽ പണയമായിട്ട് വെക്കൽ സെയ്ദിന് നിർബന്ധവുമാണ് എന്നർത്ഥം. എന്നാൽ നമ്മൾ അവലുകാർ പറഞ്ഞ ജഹാലത്ത് അതിവിടെ പ്രശ്നമില്ല എന്നാണ് സാനിക്കാർ പറയുന്നത്. വലാ തുളറുൽ ജഹാലത്ത് ഫിൽ ബദലി, ബദലിൻ്റെ വിഷയത്തിലുള്ള ജഹാലത്ത് പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ ആ വസ്തു വിറ്റാൽ അതിൻ്റെ ബദലായിട്ട് സമനായിട്ട് എത്രയാണ് കിട്ടുക എന്നത് അറിയാത്തത് ഒരു പ്രശ്നമായിട്ടെടുക്കേണ്ട. അത് ഏതുപോലെയാണ്? ഫകമൻ തഖല റഹ്നു ഇലൈഹി ഫിൽ ഇത്ലാഫി ശറഅൻ, ശറഅൻ നിലക്കു തന്നെ ഇത്ലാഫിൻ്റെ അവസരത്തിൽ ആ ബദലിലേക്ക് റഹ്ന് നീങ്ങിയതുപോലെ ജാസ അൻ യന്തഖല ഇലൈഹി ഷർത്തൻ, ഒരു ഷർത്ത് വെച്ചാലും അങ്ങനെയുള്ള റഹ്ന് ഇങ്ങനെ ബദലിലേക്ക് നീങ്ങൽ ജായിസാണ് എന്നർത്ഥം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരാൾ മൂസിറായിട്ടുള്ളൊരു വ്യക്തിയാണ്, തൻ്റെ അടിമയെ എന്തായിട്ട് വെച്ചു? പണയസ്വത്തായിട്ട് വെച്ചു. അങ്ങനെ പണയസ്വത്തായിട്ട് വെച്ചതിന് ശേഷം ആ അടിമയെ മറ്റൊരാൾക്ക് വിൽക്കുകയാണ് എങ്കിൽ അതാണ് അതിൻ്റെ ഇത്തിലാഫ് എന്ന് പറഞ്ഞാൽ. അതായത് റഹിനായിട്ടുള്ള അതിൻ്റെ ഇത്തിലാഫ് സംഭവിച്ചു കഴിഞ്ഞു, അതിനെ മറ്റൊരാൾക്ക് വിൽക്കുന്നതോടുകൂടെ. അങ്ങനെ വിറ്റാൽ എന്തു ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു? ആ അടിമക്ക് ബദലായിട്ട് അതിൻ്റെ ഖീമത്ത് റഹിനായിട്ട് വെക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ശറഅ തന്നെ പറയുന്ന കാര്യമാണെന്ത്? ഇത്തിലാഫ് ഉണ്ടായാൽ ബദലിലേക്ക് മാറാമെന്ന്. അപ്പോൾ ജാസ അൻ യന്തഖല ഇലൈഹി ഷർത്തൻ, അപ്പോൾ ശറഅ തന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾ
ഒരു ഷർത്ത് വെക്കുകയാണെങ്കിൽ ബദലിലേക്ക് മാറാമല്ലോ എന്നാണ് സാനിക്കാർ പറയുന്നത്. ഇനി പറഞ്ഞ മസ്അലകളൊക്കെ വസവാ ഉൻ കാന ദൈനു ഹാലൻ അം മുഅജ്ജലൻ, ദൈന് ഹാലാവട്ടെ മുഅജ്ജലാവട്ടെ എല്ലാം മസ്അല ഇങ്ങനെ തന്നെയാണ് എന്നർത്ഥം. ഓക്കെ.